ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഈ വർഷം ഞങ്ങൾക്ക് വളരെ നല്ലൊരു വർഷമായിരുന്നു. കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പനിയും കാര്യങ്ങളും ഉണ്ടായെന്നുള്ളതല്ലാതെ നല്ലൊരു വർഷമായിരുന്നു. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം നല്ലൊരു വർഷമായിരിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സാമ്പാറിൽ ഞാൻ അങ്ങനെയാണ് അരപ്പ് തയ്യാറാക്കുന്നതെന്നും, അതേപോലെ വീട്ടിലെ കുറച്ച് പഴയ പാത്രങ്ങൾ മാറി മേടിക്കുന്നതും, അതേപോലെ ഒരു പോർക്ക് കറിയുടെ റെസിപ്പി എല്ലാം ഉണ്ട് ഈ വീഡിയോയിൽ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് സാമ്പാറിന് അരപ്പിടുന്നത് നോക്കാം. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ, വീട്ടിലുള്ള കഷ്ണങ്ങൾ എടുത്തിട്ട് കുറച്ച് പരിപ്പും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുവാണ്. മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിന് അരപ്പ് തയ്യാറാക്കുവാണ്. അപ്പോൾ ഒരു ചട്ടിയിൽ കടുക് പൊട്ടിച്ചിട്ട് അതിൽ വറ്റൽമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി ഇടാൻ മറക്കരുത്. ഒരു കഷ്ണം വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഇട്ടൊന്ന് ഇതാക്കിയതിന് ശേഷം നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് ഈസ്റ്റേണിൻ്റെ അസൽ കായം എന്ന് പറയുന്ന സാമ്പാർ പൊടിയാണ്. അപ്പം അതാകുമ്പോൾ എക്സ്ട്രാ നമുക്ക് കായമൊന്നും ചേർക്കേണ്ട. നല്ല കായത്തിൻ്റെ സ്മെല്ല് ആ സാമ്പാർ പൊടി പൊട്ടിക്കുമ്പോഴേ നമ്മുടെ ഇതിൽ വരും. അപ്പം അത് ഞാൻ നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ കഷ്ണങ്ങളിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഞാൻ ആ ചട്ടിയിലെ അരപ്പ് കഷ്ണങ്ങൾ കോരിയിട്ട് ഒന്നും കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ചാറ് വേണ്ടതുകൊണ്ട് ഒരല്പം കൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയൊക്കെ രാവിലെ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ അവർക്കും ഞാൻ സ്കൂളിൽ ഇഡ്ഡലിയാണ് കൊടുത്തു വിടുന്നത്. അവർക്കും അതാണ് ഇഷ്ടം. രാവിലെ അവർ ഇഡ്ഡലി തന്നെയാണ് കഴിക്കുന്നത്. അവർക്ക് ഇഡ്ഡലി, ദോശയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഇന്ന് കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പാത്രങ്ങളൊക്കെ ഒന്ന് മാറി മേടിക്കാനായിട്ട് കട്ടപ്പന വരെ പോകണം. അപ്പോൾ പെട്ടെന്ന് തന്നെയാണ് ഞാൻ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയാൽ ക്ഷമിക്കണം. അപ്പം നല്ല സോഫ്റ്റ് ഇഡ്ഡലി എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ അറിയാം, ഒരു തുള്ളി പോലെ അടിയിലൊന്നും പിടിക്കാത്ത നമ്മളെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലത്തെ ഇഡ്ഡലിയാണ്. ഇഡ്ഡലി മാവ് തയ്യാറാക്കുന്നതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കുട്ടികൾ പോയതിന് ശേഷം ഞങ്ങൾ കട്ടപ്പന വരെ പോവുകയാണ്. ചേട്ടായി കട്ടപ്പന വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും എന്നാൽ പാത്രങ്ങൾ മാറി മേടിക്കാൻ, പുതിയ വർഷമല്ലേ, നമ്മുടെ പഴയ പാത്രങ്ങൾ വക്ക് പൊട്ടിയതോ പോയതോ ഒക്കെ ആയ പാത്രങ്ങൾ പഴയതുണ്ടല്ലോ, പിടിയൊക്കെ പോയത്, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ അകത്തെ നോൺ സ്റ്റിക്കൊക്കെ ഇളകി പോയിട്ടുള്ളത്, അങ്ങനത്തെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മാറിയിട്ട് അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് പുതിയ പാത്രങ്ങളൊക്കെ ഒന്ന് മേടിക്കാൻ നിർത്തിട്ട് ആണ് ഞാൻ അതും കൊണ്ട് പോയത്. ഇപ്പോൾ ഞാൻ കൊടുത്ത പാത്രങ്ങളെന്ന് പറയുമ്പം അത്യാവശ്യം നമ്മൾ എടുക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ് ഞാൻ മാറാനായിട്ട് കൊണ്ടുപോയത്. ഇത് ഒരു 1250 രൂപയോളം ഉണ്ടായിരുന്നു ഈ പാത്രങ്ങൾ. അപ്പം നമുക്ക് കുറച്ച് പൈസയും കൂടെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് വീട്ടിലോട്ട് വേണ്ട കുറച്ച് പാത്രങ്ങളും കൂടെ വാങ്ങിക്കണമായിരുന്നു. ഞാൻ പുട്ടുകുറ്റി എല്ലാം മാറാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ പഴയ 3 ലിറ്ററിൻ്റെ കുക്കർ പകരം എനിക്ക് നല്ലൊരു പുട്ടുകുറ്റി, കുക്കറും, അതേപോലെ കലം, ചോറൊക്കെ വെക്കുന്ന കലമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുമുണ്ട്. വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പം കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിലുള്ള സുപ്രിയ എന്ന് പറയുന്നൊരു കടയിലാണ് ഞങ്ങളിത് മാറാനായിട്ട് പോയത്. ഇത് ആ കടയിൽ നിന്നുള്ള ഒരു പരസ്യം എന്നുള്ള രീതിയിലൊന്നും പോയതല്ല. നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതുകൊണ്ട് പോയതാണ്. അന്നേരം ഞാൻ കടയുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. തിരിച്ചു വരുന്ന വഴി ഞങ്ങളൊരു ബേക്കറിയിൽ കയറിയിട്ട് കട്ട്ലറ്റും അതേപോലെ കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കട്ട്ലറ്റും കോഫിയായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഇന്ന് ന്യൂ ഇയറിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പള്ളിയിൽ ഫുഡൊക്കെ ഉണ്ട്. ചോറ്, ബീഫ് കറി, മീൻ കറി, പിന്നെ തോരൻ, സാമ്പാർ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉള്ള ചോറൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ട മീൻ വാങ്ങിക്കാൻ വേണ്ടി ചേട്ടായി കടയിൽ കയറിയിരിക്കുകയാണ്. ഇപ്പം ഇത് പരപ്പെന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വേറെയും മീൻ കടയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ എന്നിട്ട് മീനും വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോന്നു. ഇനി ചേട്ടായി അത് പള്ളിയിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പം
അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കാണിക്കാവേ. ആദ്യം കട്ടപ്പന ആ കടയുടെ പേരടങ്ങിയിട്ടുള്ള ഒരു ബിഷോപ്പറാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ. കട്ടപ്പനയിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ പാത്രമൊക്കെ മാറാണെങ്കിൽ പോവാം. അപ്പം ഒരു കുക്കർ, ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പഴയ 2-3 പ്ലേറ്റൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ പുട്ടുകുറ്റി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുക്കർ 3 ലിറ്ററിൻ്റെ കുക്കറാണ്. അതേപോലെ തന്നെ അവരുടെ ഡിസ്പ്ലേയിൽ വെച്ചിരുന്ന കുക്കറാണ്. അതുകൊണ്ട് അവർ നന്നായിട്ട് വിലയൊക്കെ കുറച്ചിട്ടാണ് ആ കുക്കർ നമുക്ക് തന്നത്. പിന്നെ കഞ്ഞിക്കലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് നല്ലൊരു വർക്കൊക്കെ ഉണ്ട്. എല്ലാ പാത്രത്തിൻ്റെ അകത്തോടെ എന്നെ കാണാം. അപ്പം പിന്നെ ഞാൻ വാങ്ങിച്ചിട്ട് നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പാത്രം, ഒരു ചെരുവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ചെരുവം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പുട്ടുകുറ്റി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പുട്ടുകുറ്റിയുടെ ആ മണ്ടയിലത്തെ ഇങ്ങനെ വെക്കുന്ന അടപ്പൊക്കെ പൊട്ടിയായിരുന്നു. വക്കൊക്കെ പൊട്ടിയിട്ട് വെക്കാനൊക്കെ പാടായിരുന്നു. അതേപോലെ എൻ്റെ ഹാൻഡൊക്കെ ഇളകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചട്ടി, ഇത് എനിക്ക് മറ്റേ നമ്മുടെ ഇഷാൻജിയുടെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നല്ല അടികട്ടിയുള്ള നല്ല കട്ടിയുള്ളൊരു പാത്രമാണ്. അതേപോലെ അതിൻ്റെ പുറമേ ആണല്ലോ നല്ല തിളക്കമാണ്. അതിൽ എന്നെ കാണാൻ തന്നെ നമ്മുടെ കണ്ണാടി കൂടെ നോക്കുന്ന പോലെ ഉണ്ടല്ലേ. അപ്പോൾ നല്ല അടികട്ടിയുള്ള പാത്രമാണ് ഇത്. അലുമിനിയവും സ്റ്റീലും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ല അടികട്ടിയുള്ള പാത്രമാണ്. പെട്ടെന്നൊന്നും നമ്മുടെ കറികളൊന്നും അടിയിൽ അങ്ങനെ പിടിക്കുകയൊന്നുമില്ല. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇങ്ങനത്തെ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും. നല്ല കട്ടിയുള്ള പാത്രമാണ്. നല്ല കട്ടിയുള്ള ഒരു അടപ്പും കൂടെ ഉണ്ട് ഇതിന്. അത്യാവശ്യം നല്ലൊരു റേറ്റ് ആവുന്ന ഒരു പാത്രമാണിത്. അപ്പം ഒരുപാട് വലുതൊന്നുമല്ല, ചെറിയ ഇടത്തരം ഒരു പാത്രമാണ്. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച പുട്ടുകുറ്റി. അതിൽ ഇങ്ങനെ പുട്ട് നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്ന ആ കമ്പിയൊക്കെ ഉണ്ട്. അപ്പം ഇത്രയും പാത്രങ്ങളൊക്കെയാണ് ഞാൻ അവിടുന്ന് മേടിച്ചിട്ടുള്ളത്. അപ്പം ഈ പാത്രത്തിൽ തന്നെ ഞാൻ പോർക്ക് കറി വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. പോർക്കെന്ന് നമ്മുടെ പന്നിയിറച്ചിക്കറി വെച്ച് കാണിക്കുന്നുണ്ട്. ന്യൂ ഇയർ ഒക്കെ അല്ലേ. അപ്പം വീഡിയോ ആരും മിസ്സാക്കരുത്. നല്ലൊരു കറിയാണ്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ കുറച്ച് പൈസയും കൂടെ കയ്യിൽ നിന്ന് ഇട്ടിട്ടാണ് ഇത്രയും പാത്രങ്ങളൊക്കെ മേടിച്ചത്. അപ്പം വീട്ടിൽ അത്യാവശ്യപ്പെട്ട കുറച്ച് പാത്രങ്ങൾ പുതിയതായിട്ട് വാങ്ങിക്കണമെന്ന് കുറേ ആയിട്ട് ഞാൻ വിചാരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നാണ് എനിക്ക് പറ്റിയത്. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ കുറേ കുട്ടികളുണ്ട്. അവരെല്ലാം നല്ല കഴിവുകളുള്ള കുട്ടികളാണ്. അവർ സൺഡേ സ്കൂളിൽ നിന്നൊക്കെ വരുന്നവരാണ്. അതേപോലെ ഓരോ പ്രോഗ്രാമിന് ഞങ്ങളെ പള്ളിയിൽ ബേസ് ചെയ്തിട്ട് ഞങ്ങളുടെ സെൻറ്ററിലൊക്കെ പോയി ഓരോ പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ മേടിച്ച കുട്ടികളാണ്. അപ്പോൾ അവർക്കൊരു പ്രചോദനം എന്നുള്ള രീതിയിൽ ചേട്ടായി കുറച്ച് ട്രോഫികൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ മേടിച്ചിട്ട് അവരുടെ പേരിലൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു. അന്നേരം ഞാൻ ജസ്റ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അതിലൊരു ട്രോഫി എനിക്കുള്ളതാണ്. ജീവ എന്ന് പേരെഴുതി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഉപ്പുതറയിലൊക്കെ പോയി പള്ളിയിൽ നിന്ന് മത്സരിച്ചിട്ട് എനിക്ക് 2 തേർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് കിട്ടിയ ട്രോഫിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇനി കറി വെക്കാം. ഞാനിതുപോലെ പോർക്ക് അരിഞ്ഞിട്ട് ഉപ്പും കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതെ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചൊന്ന് ഇളക്കി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. നമുക്കിനി മസാല തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ചെറിയ 3 സവോള വരും. അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ഓവറായിട്ട് വഴണ്ട് പോകുന്നൊന്നും വേണ്ട. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഈ സമയം പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സവോള ഒരു പകുതി വഴണ്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാറ്. അപ്പം ഈ വർഷത്തെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ഓവർ വെയ്റ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതൊന്ന് കുറച്ച് ഡയറ്റ് കുറയ്ക്കുക. ഒത്തിരി മെലിയണം എന്നെനിക്ക് ആഗ്രഹമില്ല. എൻ്റെ പഴയ ഡ്രസ്സുകളൊക്കെ എനിക്ക് ഇടാൻ പറ്റണം. ആ ഒരു രീതിയിലൊന്ന് മെലിയണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ വർഷം ഡയറ്റൊക്കെ ഒന്ന് നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആ സമയത്ത് ഞാൻ വീഡിയോ ഇടും. എൻ്റെ കൂടെ ഡയറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടണം. അപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഈ പന്നിയിറച്ചിക്കറിയൊന്നും കൂട്ടാറില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട്
എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫ് ഇങ്ങനെ പന്നിയിറച്ചി നല്ല ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് തരും. അന്നേരം നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട്. അപ്പം നെയ്യുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ കഴിച്ച് പിന്നീട് എനിക്ക് പന്നിയിറച്ചി ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ കഴിക്കും. നെയ്യ് അത്ര ഓവറായിട്ട് കഴിക്കാറില്ല. പന്നി ഇറച്ചി എടുത്ത് കഴിക്കും. അപ്പം പിന്നെ ഞാൻ സവോളയൊക്കെ വഴണ്ട് വന്നപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാത്രം നല്ല പാത്രമാണ് കേട്ടോ. ഇതിൽ അടിയിലൊന്നും പിടിക്കുന്നൊന്നുമില്ല. കറിയാണെങ്കിലും കുറേ നേരം ഞാൻ വെച്ച് നോക്കിയായിരുന്നു എന്തെങ്കിലും അടിയിലൊക്കെ പിടിക്കുന്നുണ്ടോയെന്ന്. ഒത്തിരി അങ്ങനെ ചെറുതായിട്ടൊന്ന് അടി പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെന്നുള്ളതല്ലാതെ സാധാരണ നമ്മളൊരു സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ ഒക്കെ കറി വെക്കുന്നത് പോലെ പെട്ടെന്ന് കയറി അടി പിടിക്കത്തൊന്നുമില്ല. നല്ലൊരു പാത്രമാണ്. അതുപോലെ നല്ല കട്ടിയും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ കറിക്ക് വേണ്ട സവോള, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലകളൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയം നമ്മൾ കുറച്ച് കുരുമുളകൊക്കെ പൊടിച്ച് ആദ്യമേ വെച്ചേക്കണം കേട്ടോ. ഞാൻ കുരുമുളകൊന്നും അപ്പം പൊടിക്കുവാണ്, നേരത്തെ പൊടിച്ച് വെക്കത്തൊന്നുമില്ല. അതുകൊണ്ട് അപ്പം പൊടിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി ഞാൻ നേരത്തെ ഇങ്ങനെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം മീറ്റ് മസാല ഇല്ലെങ്കിൽ പോലും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതേപോലെ കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് നമുക്ക് കറി വെക്കാം. അപ്പം കുറച്ച് മീറ്റ് മസാല അതേപോലെ ഞാൻ എൻ്റേതായ അളവിലാണ് എല്ലാം കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് അറിയാമല്ലോ, ആ രീതിയിൽ പൊടികളുടെ അളവിൽ വ്യത്യാസം വരുത്താം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പൂൺ അങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് പറയാത്തത്. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ തക്കാളിയൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു തക്കാളിയും കൂടെ ഇട്ട് മസാലയുടെ ഒപ്പം ഒരു തക്കാളിയും കൂടെ ഇടാം. അത് നല്ലതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൊടിയുടെ കുത്തെല്ലാം ഒന്ന് മാറി വരണം. ആ കുരുമുളകിൻ്റെ ആ ഒരു പൊടി ഇതെല്ലാം മാറി വരണം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ആയി വരുമ്പോഴത്തേനും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കിൻ്റെ ഇതെടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ പ്രാവശ്യം ഒത്തിരി അങ്ങോട്ട് നെയ്യില്ലാത്ത പോർക്കായിരുന്നു. അതുകൊണ്ട് നെയ്യ് നന്നായിട്ട് തെളിഞ്ഞിരിപ്പൊന്നുമില്ല. അപ്പോൾ അതേപോലെ കുറച്ച് എല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം ഗ്രേവി ആയിട്ട് വെക്കുന്നതുകൊണ്ട് ഈ അപ്പോൾ എന്തെങ്കിലും നമ്മൾ കാപ്പിക്ക് ഉണ്ടാക്കുമ്പോൾ അതിനും കൂടെ എടുക്കാൻ വേണ്ടി കുറച്ച് ഒത്തിരി ഡ്രൈ ആയിട്ടല്ല ഞാൻ വെക്കുന്നത്. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് ഗ്രേവി ആയിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പോർക്കിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മസാലയെല്ലാം മിക്സ് ചെയ്ത് കുറേ നേരം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ എല്ലും കൂടെ ഉള്ളതുകൊണ്ട് ഇളക്കാനായിട്ട് പാടാണ്. നമ്മൾ ഇളക്കുമ്പോഴത്തേനും എല്ലിങ്ങനെ പൊങ്ങ് വരും. ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി വലിയ പാത്രമല്ല ഞാൻ മേടിച്ചത്. വലിയ പാത്രങ്ങളിൽ നോൺ സ്റ്റിക്കിൻ്റെ പോലത്തേത് എനിക്ക് വേറെ ഉണ്ടായിരുന്നത് കൊണ്ട് അത്യാവശ്യം വേണ്ടത് ചെറിയൊരു പാത്രമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പാത്രമാണ് മേടിച്ചത്. എന്നാലും കുഴപ്പമില്ല, ആ ഒരു പാത്രത്തിൽ വെക്കാനുള്ള കറിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ സമയം ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഇത് പന്നിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം അത് ഇനി ഞങ്ങൾക്ക് പിള്ളേർ വന്നു കഴിയുമ്പോൾ അവരെ കുളിപ്പിച്ചിട്ട് ഒരുക്കി ട്ട് പള്ളിയിലൊക്കെ പോകണം. അവിടെ പള്ളിയിൽ ഇന്ന് പിള്ളേരുടെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ 12 മണിയാകുമ്പം പ്രാർത്ഥിച്ചിട്ട് അതോടെ ഞങ്ങളുടെ ആ ന്യൂ ഇയറിൻ്റെ പ്രാർത്ഥന തീരും. പിന്നെ നമുക്ക് 12 മണിയൊക്കെ കഴിയും വീട്ടിൽ വരാനായിട്ട്. അപ്പോൾ നല്ല പന്നിക്കറി റെഡി ആയിട്ടുണ്ട്. അത് ഇച്ചിരി ഒന്ന് ആറിയ ശേഷം നമ്മുടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പന്നിക്കറി ഇങ്ങനെയാണ്. ആ പാത്രത്തിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് തന്നെ ഒരു ഇച്ചിരിയും കൂടെ
തിള ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം പള്ളിയിലൊക്കെ ഞങ്ങൾ പോയി. പിള്ളേരെ 3 പേർക്ക് ആക്ഷൻ സോങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പള്ളിയിലെ കുഞ്ഞാണെങ്കിൽ ഉറങ്ങി എണീറ്റത് കൊണ്ട് ഒന്നും കളിക്കാതെ ഇരിക്കുവാണ് കേട്ടോ. അവർ വീട്ടിൽ നിന്ന് അത്ര ഒരു ദിവസം മാത്രമേ അവർക്ക് പഠിക്കാനൊക്കെ കിട്ടിയിട്ടുള്ളായിരുന്നു. പിന്നെ കുട്ടികളെ ഇങ്ങനെ എന്തെങ്കിലും ഫ്രണ്ടിൽ നിർത്തി കളിപ്പിച്ചാലല്ലേ ആ ഒരു സ്റ്റേജ് ഫിയറൊക്കെ മാറത്തുള്ളൂ. അപ്പം അതുകൊണ്ട് കുഞ്ഞ് ഉറങ്ങിയിട്ട് എണീറ്റ് കൊണ്ടാണ് ഒന്നും കളിക്കാതെ നിൽക്കുവാണ്. പിന്നെ പള്ളിയിലെ സെക്രട്ടറിയാണ് ചേട്ടായി. അതുകൊണ്ട് ചേട്ടായിയുടെ ഒരു സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നടക്കുന്ന കുട്ടികളുടെ സമ്മാനദാനമാണ്. ഞാൻ ട്രോഫിയൊക്കെ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ജിയയ്ക്കും കുഞ്ഞിനും ബിയക്കൊക്കെ ട്രോഫി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും ട്രോഫിയൊക്കെ കൊടുത്തു.